കനത്ത മഴയിലും കാറ്റിലും എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിലായി വ്യാപക നാശനഷ്ടം. കൊച്ചി വെളിയത്താംപറമ്പ് ബീച്ചിന് സമീപം വൈകിട്ട് വീശിയടിച്ച ശക്തമായ കാറ്റിൽ വീടുകൾക്ക് കേടുപാടുണ്ടായി. വീടിന്റെ ഓട് ദേഹത്ത് വീണ ഒരാൾക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിൽ മൂവാറ്റുപുഴയിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. തൃപ്പൂണിത്തുറ തെക്കൻ പറവൂരിൽ ശക്തമായ കാറ്റിൽ മരം വീണ വീട് ഭാഗികമായി തകർന്നു. ആര്യ വിനോദ വിവരങ്ങൾ നൽകും. ആര്യ, സംഭവത്തിൽ ആളപായമുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ വിവിധയിടങ്ങളിൽ കനത്ത മഴയായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. ഇതിലാണ് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കോലഞ്ചേരി, മൂവാറ്റുപുഴ, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലാണ് ഈ മരങ്ങൾ കടപുഴകിയുള്ള അപകടങ്ങൾ കൂടുതലും സംഭവിച്ചിട്ടുള്ളതാണ്. ഇതിനെ തുടർന്ന് പലയിടങ്ങളിലും റോഡ് ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയും അതുപോലെ തന്നെ ഈ പോസ്റ്റുകൾ വണ്ടികളിലേക്കും അതുപോലെ തന്നെ റോഡിലേക്കും വീണുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുകയും വൈദ്യുതി പൂർണ്ണമായി നിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് വെളിയത്താംപറമ്പ് ബീച്ചിന് സമീപം ഒരു വീട് പൂർണ്ണമായും തകരുന്നത്. കാറ്റിൽ മരം വീടാണ് ഈ വീട് പൂർണ്ണമായും തകരുന്നത്. ശീലാവതി മോഹനൻ എന്ന ആളുടെ വീടാണ് തകർന്നത്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ 3 വീടുകളുടെ ശുചിമുറിയും തകർന്നു. അതിൽ ഒരു വീട്ടിൽ ഒരാൾക്ക് കിടക്കുകയായിരുന്നു. ആളുടെ ദേഹത്ത് ഒരു ഓട് വീണിട്ട് അദ്ദേഹം ഇപ്പോൾ ചികിത്സയും തുടരുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. കോലഞ്ചേരിയിലും അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻകരുതലുകൾ പലതും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത്. പല സ്ഥലങ്ങളിലും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെ നീങ്ങിയിട്ടുണ്ട്. ശരി.